അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഈ മോളിങ്ങനെ കിടക്കുന്ന ഈ ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഒരു ആയുസിന്റെ ഒരു കാഭാഗം തന്നെ അവിടെ തീർന്ന്. കാരണം ഹോസ്പിറ്റലിൽ നിന്നെന്ന് പറയുന്നത് ഒരു മാസം തന്നെ കിടക്കുമ്പോൾ നമ്മളുള്ള ബുദ്ധിമുട്ടില്ല. അതൊരു കൊല്ലത്തെ അവസ്ഥ അനുഭവിച്ച് നമുക്കേ മനസ്സിലാവും. അപ്പൊ ഓന്റെ കുടുംബത്തിലായിരിക്കും ഇതേ അവസ്ഥ വരണം. എന്നാൽ ഓന് കോടതിയിൽ വരെ വരുമ്പോ ഓനൊരു കുറ്റബോധം ഇല്ലാന്ന് പറയുന്നത്. അതൊരു മനുഷ്യനെന്ന് പറയുന്നത് ഒരു പിശാചെന്നായിട്ടും പറയണം. ഇത്രയും ഒരു മനസാക്ഷി ഇല്ലാതെ ഒരുത്തനാണ്. തോളം ഈ ഒന്നുമില്ലാണ്ട് അമ്മ വെച്ചെടുക്കുന്നത് മോളെയും കൊണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് മാറുക, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് മാറുക. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഈ കേസിനെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പം വെച്ചാല് 6 മാസം കഴിഞ്ഞാൽ നിങ്ങളെ ചാനലുകാരാ നമുക്ക് ഇതൊക്കെ ഇടേണ്ടി വന്നത്. അങ്ങനെയാണ് ഈ ചാനലിൽ ഈ ന്യൂസ് കൊടുത്ത് ഈ 3 മാസം കാലത്തോളം ഇയാൾ ശരിക്കും വട്ടം കറക്കിയതല്ലേ. ഇയാളെ കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ട് അത് കഴിഞ്ഞ് ഇയാളെ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ അത്രയെന്ന് പറയേണ്ടത് എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു സംഭവമാണിത്. ഏതൊരാളോടും ഋഷാന്റെ കാര്യം ചോദിച്ചാൽ അറിയാൻ പറ്റും. അത്രയും ഒരു ഇതായ കേസാണിത്. അങ്ങനെ അയാള് ഇപ്പം നാട്ടിലെത്തിയിട്ട് ഇതേപോലെ ഇയാള് നാട്ടിൽ കോയമ്പത്തൂരിൽ നിന്ന് ഭയങ്കര ഇതായിട്ട് നാട്ടിലെത്തിച്ച് തലേന്ന് ഇയാളെ കോടതി ജയിലിൽ ഇതാക്കി പിറ്റേന്ന് കോടതിക്ക് ഹാജരാക്കി പിറ്റേന്ന് തന്നെ ഒരു ജാമ്യം കിട്ടുക എന്ന് പറയുമ്പോ അതൊരു അതിശയമാണ്. ആ ഒരു കേസ് നിങ്ങൾ ഇത്രയും ഇതാക്കിയതിന് ഒരു വിലയില്ലാണ്ടായിപ്പോയി. അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ ഈ മോളിങ്ങനെ കിടക്കുന്ന ഈ ഒരു കൊല്ലം എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഒരു ആയുസിന്റെ ഒരു കാഭാഗം തന്നെ അവിടെ തീർന്ന്. കാരണം ഹോസ്പിറ്റലിൽ നിന്നെന്ന് പറയുന്നത് ഒരു മാസം തന്നെ കിടക്കുമ്പോൾ നമ്മളുള്ള ബുദ്ധിമുട്ടില്ല. അതൊരു കൊല്ലത്തെ അവസ്ഥ അനുഭവിച്ച് നമുക്കേ മനസ്സിലാവും. അപ്പൊ ഓന്റെ കുടുംബത്തിലായിരിക്കും ഇതേ അവസ്ഥ വരണം. എന്നാൽ ഓന് കോടതിയിൽ വരെ വരുമ്പോ ഓനൊരു കുറ്റബോധം ഇല്ലാന്ന് പറയുന്നത്. അതൊരു മനുഷ്യനെന്ന് പറയുന്നത് ഒരു പിശാചെന്നായിട്ടും പറയണം. ഇത്രയും ഒരു മനസാക്ഷി ഇല്ലാതെ ഒരുത്തനാണ്. അപ്പൊ അവന് വേണ്ടുന്ന ശിക്ഷ കൊടുക്കാൻ പറ്റില്ല. പിന്നെ നിയമത്തിൽ എന്ത് വ്യവസ്ഥയുള്ളത് ആരെയും ചെയ്തിട്ട് ഇതേപോലെ ഈസി ആയിട്ട് പോയിക്കൂടെ? നമ്മളെ അനുഭവം ഇനി വേറെ ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. അവനോട് നമുക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യമില്ല. പക്ഷെങ്കിൽ വണ്ടി അടിച്ച് ആ സ്പോട്ടിൽ സാധാരണ വണ്ടി അടിച്ച് കഴിഞ്ഞാൽ ചില പേടിച്ചിട്ട് അതിൽ ആളുകൾ അടിക്കും എന്നുള്ള പേടിയുണ്ടല്ലോ ചുറ്റു വരുന്ന. അപ്പൊ അന്നേരം പോയിട്ട് മുങ്ങി കോടിക്ക് പോയിട്ട് പിറ്റേന്നോ എല്ലാം സ്റ്റേഷനിൽ ഹാജരാവുകയല്ലേ ചെയ്യാറ്. ഇവനതൊന്നും ചെയ്തില്ല. പക്ഷെ ഇവൻ ഇത് എല്ലാം മറച്ചു വെച്ച് വണ്ടി റിപ്പയർ ചെയ്ത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അവനോടൊരിക്കലും ഈ മനസ്സിൽ അവനൊരിക്കലും പക പോലും. കാരണം വെച്ചാൽ നമ്മളെ അമ്മ കഷ്ടപ്പെട്ട് ഒരാ സ്പോട്ടിൽ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി നമുക്ക് ഇത്രയും അവനോടൊരു ഇതുണ്ടാവും. അതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ ഓനെ കൊണ്ടുണ്ടായി. ആ നഷ്ടങ്ങൾ വെച്ചാൽ വേറെ ഒന്നുമില്ല, സാധാരണ നടക്കുന്നതാണ് നമ്മുടെ വരും. പക്ഷെ ഇത് കരുതിക്കൂട്ടി ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ചെയ്തിട്ട് നമ്മളൊരു വിലയില്ലാത്തൊരു പൂച്ചനെ നായി തട്ടിയിട്ടിട്ട് പോയ പോലെയാണ്. അങ്ങനെ എത്ര ആൾ പോകുന്നില്ല പോയ അങ്ങനെ ഒരു മല പോലുണ്ടെങ്കിൽ അതിനുള്ളൊരു ശിക്ഷ അവന് കിട്ടണം. അതേ നമുക്ക് പറയുന്നു. മനഃപൂർവ്വം ചെയ്തോണ്ടല്ലേ അവൻ രക്ഷപ്പെടുത്താണ്ട് പോയത്. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റൂ. മനഃപൂർവ്വം അല്ലെങ്കിലും അവൻ രക്ഷപ്പെടുത്തല്ല. പിന്നെ അവന്റെ ഭാര്യ കൂടെ ഉണ്ടെന്ന് പറയുന്നത്, ഭാര്യ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്നത്. അവന്റെ ഭാര്യ ഏതൊരു ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അപ്പൊ എത്ര രോഗികളോള് ചികിത്സിക്കുന്നുണ്ടാവും. ആ സമയത്തെങ്കിലും ഈ കുട്ടീന്റെ മുഖോളം മനസ്സിൽ വരുന്നില്ല. ഓള് എന്തിനാ ഈ ജോലിക്കോള് പോകുന്നത്? അപ്പൊ ഭാര്യയും കൂട്ടുനിന്നില്ലേ? എല്ലാം ഒന്നുമില്ല. ഇപ്പൊ അവനൊരു എത്ര ഈസി ആയിട്ട് സാധാരണ എന്തോ ചെറിയൊരു കാര്യം ചെയ്ത പോലെ ഈസി ആയിട്ട് അവൻ പുറത്തിറങ്ങി നടക്കുന്നു. പിന്നെ എന്തിനാ ഇത്ര ഇതെല്ലാം കാലിൽ നല്ല ഗൾഫിൽ തന്നെ നിൽക്കുന്നില്ലേ? അവൻ എന്തിനാ ഇവിടെ കൊണ്ടുവരുന്നത്?